വിവോയുടെ വിവോ Y28 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 14,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y28 5G എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിന്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ അങ്ങനെ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സുകളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, പ്രോസസ്സർ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. MediaTek Dimensity 6020 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നും പറയുന്നില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ലാത്ത ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എന്നൊക്കെ പറയാവുന്നതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 7 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയന്റിൽ 4GB റാമും 128GB ഇന്റേണലും വരുന്നുണ്ട്. 6GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും 8GB റാമും 128GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഈ ഫോണിൽ വരുന്നത്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷെ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സലിന്റെ 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 2 മെഗാ പിക്സലിന്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു സെൻസറും വരുന്നുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. 5G ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് വലിയൊരു കംപ്ലൈന്റ് ആയിട്ട് പറയുന്നില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളിലും ഇപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് 186 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.09 ആണ്. IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ക്രിസ്റ്റൽ പർപ്പിൾ അതുപോലെ തന്നെ ഗ്ലിറ്റർ അക്വ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. 15 വാട്ട് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര മികച്ചൊരു ചാർജിങ് സ്പീഡാണ് എന്നൊന്നും പറയുന്നില്ല. എന്നാലും ഇതൊരു ഓഫ്ലൈൻ ഫോൺ ആണ് എന്നുള്ളതിനെ കൺസിഡർ ചെയ്യുമ്പം ഇത് നമുക്ക് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താം, അത്രേ ഉള്ളൂ. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര മികച്ചൊരു ചാർജിങ് സ്പീഡൊന്നുമില്ല. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അറ്റ്ലീസ്റ്റ് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടെങ്കിലും കൊടുക്കായിരുന്നു. എന്നാലും ഓഫ്ലൈൻ ഫോൺ ആയതുകൊണ്ട് മാത്രമാണ് ഇത് നമ്മൾ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, ഇതിൽ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിരുന്നെങ്കിൽ നന്നായേനെ, പക്ഷേ ഇതിൽ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. പിന്നെ ഓഫ്ലൈൻ ഫോൺ ആയതുകൊണ്ടാണ് നമ്മൾ അത്ര നിരാശപ്പെടുത്തി എന്നുള്ള ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താത്തത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 840 nits ആണ്. അപ്പം ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിന് ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ തന്നെ 6.56 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇപ്പോൾ 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിലൊക്കെ നമ്മൾ ഫുൾ HD റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ HD റെസൊല്യൂഷനേ വരുന്നുള്ളൂ. അപ്പം അത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയി എന്ന് പറയേണ്ടി വരും. പിന്നെ LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊക്കെയാണ്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനേ വരുന്നുള്ളൂ. അതും കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊക്കെയാണ് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇതാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സ്. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 4GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 13,999 രൂപയാണ്. 6GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 15,499 രൂപയാണ്. 8GB റാം 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 16,999 രൂപയാണ്. പിന്നെ SBIയുടെ അതുപോലെ തന്നെ DBSന്റെ പിന്നെ IDFC ഫസ്റ്റ് ബാങ്കിന്റെ ഒക്കെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1,500 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വിവോ Y28 5G എന്ന ഫോൺ അത്ര മികച്ചൊരു ഫോണാണ് എന്ന് പറയാൻ പറ്റില്ല.
ഇപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ഫോൺസ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പുറത്ത് ഷോപ്പുകളിലൊക്കെ ലഭിക്കുന്ന ഫോൺസ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ, പഞ്ച്വൽ ഡിസൈൻ വരുന്നില്ല എന്നീ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് പറയാം. പക്ഷേ ഓൺലൈൻ ഫോൺസും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതുപോലെ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളിൽ ഒരു ഫോൺ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും വിവോ Y28 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത്ര മികച്ചൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും വിവോ Y28 5G എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.